ഇന്നലെ മുതൽ ലക്ഷദ്വീപിലെ സുഹൈലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തെരച്ചിൽ ഇന്നും ജാഗ്രതയോടെ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് പോലീസ് അറിയിച്ചു. 12-ാം തീയതി അർദ്ധരാത്രിയോടെയാണ് സുഹൈലി ദ്വീപിൽ നിന്നും തീരദേശ സുരക്ഷയിൽ ഏർപ്പെട്ടിരുന്ന 3 ലക്ഷദ്വീപ് പോലീസ് കോൺസ്റ്റബിൾമാരിൽ 2 പേരെ കടലിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിവരം പ്രസ്തുത സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ ഉമർ ഫാറൂഖ് കവരത്തി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരമറിയിക്കുന്നത്. സുഹൈലി ചെറിയകര ദ്വീപിൽ പോലീസ് തോണിയിൽ പെട്രോളിംഗിലായിരുന്ന ഇവർ പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് തോണി മറിയുകയും പിന്നീട് ദീർഘനേരം നീന്തി കരയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പരസ്പരം കാണാതായതെന്ന് രക്ഷപ്പെട്ട ഉമർ ഫാറൂഖ് വിവരിച്ചു. മണിക്കൂറുകളോളം കടലിൽ ഒഴുക്കിനെതിരെ നീന്തി അർദ്ധരാത്രിയോടെയാണ് താൻ കരക്കെത്തിയതെന്നും തുടർന്നാണ് കൺട്രോൾ റൂമിലേക്ക് വിവരമറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്ത്രോത്ത് ദ്വീപ് സ്വദേശിയായ KC ഹിദായത്തുള്ള, കവരത്തി ദ്വീപ് സ്വദേശിയായ നബീൽ KM എന്നീ സഹ പോലീസ് കോൺസ്റ്റബിൾമാരെയാണ് കാണാതായത്. ഹെലികോപ്റ്റർ മാർഗം തിരികെയെടുത്ത ഉമർ ഫാറൂഖിനെ നിലവിൽ കവരത്തി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. കവരത്തി കൺട്രോൾ റൂമിലേക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് രാവിലെ ഹെലികോപ്റ്റർ മാർഗം പ്രസ്തുത ദ്വീപുകളും പ്രദേശങ്ങളിലുമായി വിശദമായ തെരച്ചിലുകൾ നടത്തിയെങ്കിലും 2 പേരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് കവരത്തി SHO RM അക്ബർ അറിയിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി ഒപ്പം ലക്ഷദ്വീപിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെയും സഹകരണത്തോടെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. കൂടാതെ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന പോലീസ് മേധാവികൾക്കും അവരുടേതായ തീരപ്രദേശങ്ങളിൽ തെരച്ചിലുകൾ നടത്താൻ സഹായം അഭ്യർത്ഥിച്ചതായും ലക്ഷദ്വീപ് പോലീസ് അറിയിച്ചു. കവരത്തി ദ്വീപിൽ നിന്നും സൗത്ത് വെസ്റ്റ് ദിശയിൽ ഏകദേശം 30 നോട്ടിക്കൽ മൈൽ കടൽ മാർഗം 5 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജനവാസമില്ലാത്ത ദ്വീപ് സമൂഹമാണ് സുഹൈലി ചെറിയകരയും വലിയ കരയും. സുഹൈലി ചെറിയകരയിലാണ് രാജ്യത്തിൻ്റെ തീരദേശ സുരക്ഷയുടെ ഭാഗമായി ലക്ഷദ്വീപ് പോലീസിനെ വിന്യസിക്കാറുള്ളത്. 20 ദിവസം ഇടതടവിട്ടാണ് 3 പോലീസ് കോൺസ്റ്റബിൾമാർ ഈയൊരു ഒറ്റപ്പെട്ട ജനവാസമില്ലാത്ത ദ്വീപിൽ അതിസാഹസികമായ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു വരുന്നത്. ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ഭാഗികമായ നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലയളവിൽ ദ്വീപിനകത്ത് തികച്ചും ഏകാംഗമായ സുരക്ഷയാണ് ഇവർ നിർവഹിക്കേണ്ടി വരിക. പ്രസ്തുത കൃത്യനിർവഹണത്തിനിടയിലാണ് KC ഹിദായത്തുള്ള, നബീൽ KM എന്നീ 2 ലക്ഷദ്വീപ് പോലീസ് കോൺസ്റ്റബിൾമാർ ഈയൊരു ദാരുണമായ അപകടത്തിൽ പെട്ടിരിക്കുന്നത്.